ഹല്ലേലൂയ. യാക്കോബിന്റെ 12 മക്കളെയാണ് 12 ഗോത്രങ്ങളായിട്ട് അതിന്റെ അകത്ത് വിഭാഗിച്ചിരിക്കുന്നത്. രൂബേൻ, ശിമെയോൻ, ലേവി, യൂദ, ദാൻ, നഫ്താലി, ഗാദ്, എഫ്രയീം, ആശേർ, ഇസ്സാഖാർ, സെബൂലൂൻ, മനശ്ശെ, ബെഞ്ചമിൻ. ഈ 12 ഗോത്രങ്ങളായിട്ട് ഇസ്രായേലിൽ ആ ഗോത്രങ്ങളെ 12ആയി വിഭാഗിച്ചിരിക്കുകയാണ്. ഈ 12ആയി വിഭാഗിച്ചിരിക്കുന്ന ഈ വിഭാഗങ്ങളെ ഇതിന്റെ അകത്ത് പറയുന്ന, നമ്മൾ വായിച്ചു കേട്ട വേദഭാഗത്തിന്റെ അകത്ത് ഓരോ വടിയിലും ഓരോ ഗോത്രത്തിന്റെ പേരെഴുതണം. ഹല്ലേലൂയ. ഓരോ വടിയിലും ഓരോ ഗോത്രത്തിന്റെ പേരെഴുതണം. ലേവി ഗോത്രത്തിന്റെ ആ വടിയുടെ അകത്ത് എഴുതേണ്ട പേര് അഹരോനാണ്. ഹല്ലേലൂയ. മോശയ്ക്കെതിരെ ഇസ്രായേൽ മക്കൾ പിറുപിറുക്കുകയാണ്. അഹരോനെതിരെ ഇസ്രായേൽ മക്കൾ പിറുപിറുക്കുകയാണ്. എന്താ അവരുടെ ഉദ്ദേശം എന്നറിയാമോ? ദൈവത്തിന്റെ കനാനിലേക്ക് കൊണ്ടുപോകുമെന്ന് പറഞ്ഞിട്ട് ഞങ്ങളെ പറ്റിച്ചു കളഞ്ഞു. മുന്തിരിത്തോട്ടങ്ങൾ തരാമെന്ന് പറഞ്ഞു. പാലും തേനും ഒഴുകുന്ന ദേശത്ത് കൊണ്ടുവരാമെന്ന് പറഞ്ഞു. എന്ന് പറഞ്ഞ് ഞങ്ങളെ പറ്റിച്ചു കളഞ്ഞു. നേതൃത്വനിലയിൽ നിൽക്കുന്ന മോശയോട് ഇസ്രായേൽ ജനം പടപൊരുതുകയാണ്, യുദ്ധം ചെയ്യുകയാണ്. ഇത് കണ്ട കർത്താവ് പറഞ്ഞത് അതിനകത്ത് ദൈവാത്മാവ് സംസാരിക്കുന്ന കാര്യമാണ് നാം വായിച്ചു കേട്ടത്. ഈ വടിയുടെ പേര് അഹരോൻ. ഒരു വടിയുടെ പേര് ലേവി ഗോത്രത്തിന്റെ ആ വടിയുടെ പേര് എന്താണ്? അഹരോൻ. അങ്ങനെ 12 ഗോത്രങ്ങളെ നിരത്തി വെക്കുക. ഇതിന്റെ അകത്ത് സാക്ഷ്യ കൂടാരത്തിന്റെ അടുത്ത് ഇത് കൊണ്ടുവെക്കുക. ഇത് സാക്ഷ്യ കൂടാരം എന്ന് വിചാരിച്ചാട്ടെ ഇതിന്റെ അടുത്ത് ഈ 12 വടികളും കൊണ്ടുവെക്കുകയാണ്. പ്രിയ ദൈവവൈദ്യരെ, കർത്താവ് എന്തെങ്കിലും ചെയ്യാൻ പറഞ്ഞാൽ അതുപോലെ മോശയും അഹരോനും ചെയ്യുകയാണ്. എന്താ സംഭവിക്കുന്നത്? ഗോത്രമായി ഓരോ ഗോത്ര പ്രമുഖന്മാരുടെ പേരെഴുതണം. ഓരോ വടിയെ വയ്ക്കാവൂ. 12 വടി വേണം. 12 വടിയിലും 12 പേര് വേണം. ഓർഡറുണ്ട്. ഹോളി സ്പിരിറ്റിന് ഓർഡറുണ്ട്. ഹല്ലേലൂയ. 10:30 എന്ന് പറയുന്ന സമയം ദൈവത്തിന്റെ സമയമാണ്. ഞാൻ ഫ്ലൈറ്റിൽ കയറിയപ്പോൾ എനിക്ക് മനസ്സിലായി, എയർപോർട്ടിന്റെ അകത്ത് 3 മണിക്കൂർ മുമ്പേ കയറിയില്ലെങ്കിൽ ഫ്ലൈറ്റ് മിസ്സാകും. ഒരു ട്രെയിൻ എത്ര എനിക്ക് ഓർമ്മ വരുന്നോ, ഈ ട്രെയിൻ എടുക്കുന്നതിന് 10 മിനിറ്റിന് മുമ്പ് ചാടിക്കേറിയ ഒരു ചരിത്രം എനിക്കുണ്ട്. സമാധാനമായിട്ടൊന്നും ഇരിക്കാൻ പറ്റിയില്ല. ഭയങ്കര ഡിസ്റ്റർബൻസ് ആയിരുന്നു. TTR വന്നു, എവിടെയാ സീറ്റ് കണ്ടുപിടിച്ചില്ല. ഈ ട്രെയിൻ എടുക്കുകയും ചെയ്തു. അതും ശുശ്രൂഷയ്ക്ക് പോയതാ. കുഞ്ഞെ, ഞാൻ എൻ്റെ അനുഭവം നിന്നോട് പറയുന്നതിന്റെ കാരണം, ലേറ്റായ ട്രെയിൻ ടിക്കറ്റ് നിനക്ക് ട്രെയിൻ നഷ്ടമാകുമെങ്കിൽ, ലേറ്റായ നിനക്ക് ഫ്ലൈറ്റ് നഷ്ടമാകുമെങ്കിൽ, ദൈവത്തിന്റെ സമയത്തിനകത്ത് നീ കയറിയില്ലെങ്കിൽ നിന്റെ രക്ഷ നിനക്ക് നഷ്ടമാകോ, നിന്റെ അനുഗ്രഹം നിനക്ക് നഷ്ടമാകോ. കേവലം ഈ വാഹനങ്ങളുടെ അകത്ത് കയറാൻ സമയമുണ്ടെങ്കിൽ, ദൈവത്തിന്റെ സമയത്തിനകത്ത് നീ സമയത്തില്ലെങ്കിൽ നിനക്ക് ചിലത് നഷ്ടമാകാൻ സാധ്യതയുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ജീവിതം ക്രമീകരിക്കപ്പെടണമെങ്കിൽ പരിശുദ്ധാത്മാവിൽ നയിക്കപ്പെട്ടാൽ മതി. പരിശുദ്ധാത്മാവ് ഒരു വ്യക്തിയുടെ ജീവിതത്തിന്റെ അകത്തുണ്ടെങ്കിൽ നീ ക്രമപ്പെടണമെന്ന് നമുക്ക് അവനോട് പറയേണ്ട കാര്യമില്ല. ബ്രദറെ, നീ ക്രമപ്പെട്ടോണ്ടേ ഇരിക്കുക. നിന്റെ ജീവിതത്തിന്റെ അവസ്ഥകൾ മാറാം. നീ രാവിലെ എത്ര മണിക്ക് എഴുന്നേൽക്കുന്നെന്ന് എനിക്കറിയത്തില്ല. നീ ദൈവാത്മാവ് പറയുന്ന സമയത്ത് എഴുന്നേൽക്കാൻ തുടങ്ങുക. നിന്റെ ജീവിത ചര്യകളൊക്കെ തിരിയാൻ തുടങ്ങുക. നീ ചിന്തിക്കുന്നത് പോലെയല്ല നിന്റെ ഭാവി. എനിക്ക് വല്ലാത്ത ബുദ്ധിമുട്ട് രാവിലെ എഴുന്നേൽക്കാൻ. പക്ഷെ പരിശുദ്ധ ഉന്തി തള്ളിയെന്നെ എഴുന്നേൽപ്പിക്കുക. എന്നിട്ട് പറയും, എഴുന്നേറ്റിരുന്ന് പ്രാർത്ഥിക്കുക. ഇത്രയും കിടന്നാൽ മതി, ഇത്രയും കിടന്നാൽ മതി. കൂടുതൽ തട്ടാൻ തുടങ്ങുക. നീ പ്രാർത്ഥിച്ചില്ലെങ്കിൽ ജനം നഷ്ടപ്പെട്ടു പോകും. നീ പ്രാർത്ഥിച്ചില്ലെങ്കിൽ വിടുതൽ ഉണ്ടാവുകയില്ല. നീ പ്രാർത്ഥിച്ചില്ലെങ്കിൽ അവനൊരു അത്ഭുതവും വെളിപ്പെടുകയില്ല. ദൂരെ പല പ്രാവശ്യവും തട്ടിയില്ലേ? തട്ടിയപ്പോ നമ്മൾ എന്ത് ചെയ്തു? ഭയങ്കര മഴയല്ലേ, നമ്മുടെ പുതപ്പ് മുടി തിരിഞ്ഞു കിടക്കും. ദൂതം വിടുവോ? കൊതുവിന്റെ രൂപത്തിൽ വരുമെന്ന്. ഹല്ലേലൂയ. കൊതുകിന്റെ രൂപത്തിൽ വന്ന് അവൻ നമ്മെ ഉപദ്രവിക്കും. വീണ്ടും നമ്മൾ വിടുവോ? ശല്യ കൊതുക്. കർത്താവ് അനുവദിക്കുന്ന ആ കൊതുകിനെ ഹല്ലേലൂയ സ്തോത്രം പറഞ്ഞുകൊണ്ടിരുന്നാൽ മാത്രം, കുറച്ച് സമയം സ്തോത്രം പറഞ്ഞുകൊണ്ടിരുന്നാൽ മതി. ആരും കരം പൊക്കരുത്. ആരോടും ഞാൻ പറയുന്നതല്ല, ഞാൻ പൊതുവെ ദൂത് പറയുന്നതാ. ഇതിന്റെ അകത്ത് നമ്മൾ കൊതുവിനെ മാറ്റി കിടന്ന് ഉറങ്ങുമ്പോ പെട്ടെന്നായിരിക്കും ജീവിത സാഹചര്യത്തിന്റെ അകത്ത് ഒരു പ്രതികൂലം. ഈ പ്രതികൂലം വരവേഴുന്നേക്കും. എന്തിനാ അങ്ങനെ പോണേ? സന്തോഷമായിട്ടിരിക്കുമ്പോ അപ്പായുടെ കൂടെ നടക്ക്. സന്തോഷമുള്ളപ്പോൾ അപ്പന്റെ രാജ്യത്തിൽ വെളിച്ചില്ലെന്ന് ചെയ്യ്. പ്രതികൂലം വരാൻ എന്താ കാത്തിരിക്കുന്നത്? നിന്റെ പ്രാർത്ഥന പ്രതികൂലത്തിന് അകത്ത് വെളിപ്പെടാനുള്ളത് മാത്രമാണ്.
ഏറ്റവും അധികം ആർക്കാ പ്രവണത? ഹസ്ബൻഡിനാണെങ്കിൽ ഹസ്ബൻഡിനെ അങ്ങ് തോടും. അപ്പൊ വേവലാതി, സിസ്റ്ററേ എവിടെ നിൽക്കുന്നു, സിസ്റ്ററേ പ്രാർത്ഥിക്കണേ പ്രാർത്ഥിക്കണേ. 4 മാസം കൊണ്ട് റിവൈവലിന്റെ അകത്തില്ല. വല്ലാത്ത പ്രതികൂലം സിസ്റ്ററേ, അഡ്മിറ്റായി ഐസിയുവിന്റെ അകത്ത് കയറുന്നത് വരെ. ഇത് കേൾക്കുമ്പോ വല്ലാത്ത പ്രയാസം ഉണ്ടാകും. ഞാനൊരു കാര്യം പറയാം, ദൈവത്തിന്റെ കൂടെ നീ ഇല്ലെങ്കിൽ പ്രതികൂലങ്ങൾ അടിക്കും ഉറപ്പാ. ആ പ്രതികൂലം നിന്നെ തകർക്കാൻ അനുവദിക്കാത്തത് ദൈവത്തിന്റെ കൃപയാ. നമ്മുടെ ആരുടെ പുകഴ്ചയല്ല, നമ്മുടെ ആരുടെ ബലമല്ല. നമ്മൾ പലപ്പോഴും ദൈവസന്നിധിയിൽ അന്യപ്പെട്ടു പോയതാ, പലപ്പോഴും പിന്മാറി പോയതാ. ദൈവത്തെ ആരാധിക്കാനുള്ള സമയം മാറ്റിവെച്ച് മറ്റു പല കാര്യങ്ങൾക്ക് നമ്മൾ പോയിട്ടുണ്ട്. കണക്ക് നോക്കിയ ഞാൻ ഉൾപ്പെടെ ഇതിന്റെ അകത്ത് ആരും ഇരിക്കുകയല്ല. കർത്താവ് അനുഗ്രഹിച്ചത് നോക്കിയ നമ്മൾ കൊടുക്കുന്നൊന്നും ഒന്നുമല്ല. എന്റെ അപ്പ നമുക്ക് വേണ്ടി ചെയ്ത പങ്കപ്പാടുകൾ ഓർത്താം. അപ്പായോടുള്ള സ്നേഹം കൊണ്ടല്ലേ നിങ്ങൾ ഇത്രയും പേര് ഇതിന്റെ അകത്ത് ജോയിൻ ചെയ്തിരിക്കുന്നത്. ദൈവം നിങ്ങൾ അനുഗ്രഹിക്കാതിരിക്കുമോ? എവിടെയെങ്കിലും കുറവുകൾ വന്നു പോയെങ്കിൽ, എവിടെയെങ്കിലും ബലഹീനതകൾ വന്നു പോയെങ്കിൽ അവൻ നിന്നെ ബലഹീനതയെ താങ്ങുന്ന ദൈവമാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. തളർന്നു പോകുമെന്ന് നമുക്ക് തോന്നും, പക്ഷെ തളർന്നു പോകയില്ല സിസ്റ്ററെ. തോന്നും കേട്ടോ, തോന്നൽ വരും. അത് ശത്രു കൊണ്ടുവരും, സാഹചര്യം കൊണ്ടുവരും. പക്ഷെ എന്നെ ശക്തനാക്കുന്ന യേശു മുഖാന്തരം ഞാൻ സകലത്തിനും മതിയാകുന്നു.